ഇന്നലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ശ്രീ ആന്റോ ആന്റണി 3 തവണ MP ആയ വ്യക്തിയാണ്. 15 വർഷത്തിലധികം പാർലമെന്ററി പരിചയമുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹം ഇന്നലെ ഒരു പരാമർശം നടത്തിയിരുന്നു. ഈ പരാമർശം ഞെട്ടിപ്പിക്കുന്ന ഒരു പരാമർശമാണ്. കാരണം പുൽവാമയിൽ ഒരു ഭീകരാക്രമണം നടന്നത് ഇപ്പോൾ 5 വർഷം കഴിഞ്ഞു. ഈ പുൽവാമയിൽ ഈ ഭീകരാക്രമണം നടത്തി കുറച്ചു നാളത്തിന് ശേഷം പാകിസ്ഥാനിലെ ഒരു കേന്ദ്രമന്ത്രി അവരുടെ പാർലമെന്റിൽ പറഞ്ഞത് ഇത് നമ്മുടെ വലിയ വിജയത്തിലൊന്നാണെന്നാണ്. അതായത് പാകിസ്ഥാനിലെ ഒരു കേന്ദ്രമന്ത്രി പാകിസ്ഥാൻ പാർലമെന്റിൽ വെച്ച് പറഞ്ഞത് പുൽവാമയിൽ നടന്ന ആക്രമണം നമ്മുടെ വലിയൊരു വിജയമാണ്. ഇതാണ് പാകിസ്ഥാനിലെ ഒരു കേന്ദ്രമന്ത്രി അന്ന് പറഞ്ഞത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞൊരു പതിറ്റാണ്ടുകളായി ഇന്ത്യയുടെ ഏറ്റവും വലിയ ചാലഞ്ചസിലൊന്ന് പാകിസ്ഥാൻ സ്പോൺസേഡ് ക്രോസ് ബോർഡർ ടെററിസമാണ്. പാകിസ്ഥാൻ ആസൂത്രണം ചെയ്യുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ അത് ഇന്ത്യക്ക് ഒരു ചാലഞ്ചായിരുന്നു. പക്ഷെ എന്നും ഇന്ത്യൻ സൈനികർ, ഇന്ത്യൻ ഭടന്മാർ അത് ചെറുത്ത് തോൽപ്പിച്ചുകൊണ്ടേ ഇരുന്നു. ഇന്നും അത് തന്നെ നടക്കുന്നു. ഇന്ന് ശ്രീ നരേന്ദ്രമോദിജി നയിക്കുന്ന ഭാരതത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങളൊന്നും ഒരു രീതിയിലും വിജയിക്കില്ല. ഇങ്ങനെയുള്ള ഈ അവസരത്തിൽ ഇന്നലെ ശ്രീ ആന്റോ ആന്റണി പറഞ്ഞത് ഈ പാകിസ്ഥാന്റെ ഒരു മന്ത്രി തന്നെ ഈ ആക്രമണം കഴിഞ്ഞ് അതിനെക്കുറിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായ ഈ ആക്രമണത്തിനെ കുറിച്ച് പറഞ്ഞത് ഇതിൽ പാകിസ്ഥാൻ എന്താണ് റോൾ അദ്ദേഹം ചോദിച്ചതാണ്. ഒരു ഇന്ത്യൻ പാർലമെന്റിലെ ഒരു MP ചോദിച്ചൊരു ചോദ്യമാണ്. അതോടൊപ്പം ഇദ്ദേഹം മറ്റ് ചില കാര്യങ്ങൾ പറഞ്ഞു. സർക്കാരിന് തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള ധാരണയിൽ പറഞ്ഞതാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ വഴി അദ്ദേഹം അവഹേളിച്ചത് 42 ധീര ജവാന്മാരുടെ ഓർമ്മ അതോടൊപ്പം തന്നെ ലക്ഷക്കണക്കിന് ഭാരതത്തിന് വേണ്ടി പോരാടുന്ന സൈനികർ അവരെയാണ് ഇദ്ദേഹം അവഹേളിച്ചത്. എനിക്ക് തന്നെ അറിയാം, ഡസൻ കണക്കിന് അതിർത്തിയിൽ ഇന്ത്യക്ക് വേണ്ടി സെർവ് ചെയ്യുന്ന ജവാന്മാർ, 100 കണക്കിന് പേർ. അതുപോലെ കൗണ്ടർ ടെററിസം, തീവ്രവാദ വിരുദ്ധ പ്രവർത്തനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് പേർ. ഇദ്ദേഹത്തിന്റെ അലിഗേഷൻസ് വഴി ഈ MP ഇവരെ എല്ലാമാണ് അവഹേളിച്ചത്. പ്രീണന രാഷ്ട്രീയത്തിന് വേണ്ടി സമൂഹത്തിലെ ഒരു ചെറിയ ഒരു തീവ്ര മനോഭാവമുള്ള ചില ആൾക്കാരെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഇന്ന് കോൺഗ്രസ് പാർട്ടിയുടെ ഒരുവിധം എല്ലാ നേതാക്കളും എന്ത് രാജ്യവിരുദ്ധ പ്രസ്താവന നടത്താനും തയ്യാറാണ്. എന്ത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും തയ്യാറാണ്. അതിന്റെ മറ്റൊരു ഉദാഹരണമാണ് ഇന്നലെ ശ്രീ ആന്റോ ആന്റണിയുടെ പരാമർശം. ഇവരുടെ ഏറ്റവും വലിയ ദേശീയ നേതാവായ ശ്രീ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇന്ത്യക്ക് പുറത്ത് ഓരോ സ്ഥലങ്ങളിൽ പോയി അദ്ദേഹം ഇന്ത്യയെ അവഹേളിക്കുന്നു. ഇന്ത്യ വിരുദ്ധരുമായിട്ടാണ് അദ്ദേഹത്തിന്റെ എല്ലാ വിദേശയാത്രകളും ഇന്ന് നമ്മൾ കാണുന്നത്. ഞാൻ തന്നെ 1 വർഷം മുമ്പ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചത് അന്ന് ഒരു ആഗോള മീഡിയ ചാനൽ ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കും പരമാധികാരത്തിനും ഇത് രണ്ടിനെയും വെല്ലുവിളിച്ച് ഇവിടെ വന്നപ്പോൾ അതിനെ കോൺഗ്രസ് പാർട്ടി പിന്തുണച്ചത് കാരണമാണ്. കോൺഗ്രസ് പാർട്ടി ഒട്ടും മാറിയിട്ടില്ല. അന്നും ആ സമയത്ത് ഇന്നും എല്ലാം ഷോർട്ട് ടേം പൊളിറ്റിക്കൽ ഗെയിൻസിന് വേണ്ടി അവർ രാജ്യവിരുദ്ധ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു.